ആംബിഗ്വസ് ആയിട്ടുള്ള പല എലമെന്റുകളും ഏറ്റവും പുതിയ ഹോളിവുഡ് സൈക്കോളജിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ബാക്ക് റൂംസ് എന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. വെറും 20 വയസ്സുള്ള കെയ്ൻ പാഴ്സൺസ് ഒരുക്കിയിട്ടുള്ള ഈ സിനിമയുടെ കോൺസെപ്റ്റ് നമ്മളെ പെട്ടെന്ന് തന്നെ ഹുക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. കുറെ കാലത്തിന് ശേഷം എൻഡ് ക്രെഡിറ്റ്സ് റോൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഓഡിയൻസിന്റെ ഇടയിൽ ഒരു നല്ല ഡിസ്കഷൻ കാണാൻ സാധിച്ചത് ഈ സിനിമയുടെ അവസാനമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്റ്റഫർ നോളനൊക്കെ ആദ്യകാലത്ത് ഉണ്ടാക്കിയിരുന്ന സിനിമകളെ ബാക്ക് റൂംസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ലെയർ നമുക്ക് മനസ്സിലാവുകയും ഇനിയും ലെയറുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡയമെൻഷന്റെ റൂളുകളും കാര്യങ്ങളും നമുക്ക് നമ്മുടേതായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ഡീറ്റെയിലുകൾ പല സ്ഥലത്തായിട്ട് പുറത്തു വിട്ടുകൊണ്ട് വളരെ ഫൺ ആയിട്ടുള്ള ഒരു ബ്രെയിൻ എക്സസൈസ് തരുന്ന പടമാണ് ബാക്ക് റൂംസ്. വലിയ കച്ചവടമൊന്നും ഇല്ലാത്തൊരു ഫർണിച്ചർ ഷോപ്പിന്റെ ഉടമയാണ് ക്ലാർക്ക്. ഭാര്യ പിണങ്ങിപ്പോയ അയാൾ സാമ്പത്തിക ബാധ്യതകൾ കാരണം ഷോപ്പിൽ തന്നെയാണ് താമസമൊക്കെ. നിലവിലെ മാനസിക സമ്മർദ്ദങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് മേരി എന്നൊരു തെറപ്പിസ്റ്റിനെ ക്ലാർക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. മേരിയും അവരുടേതായിട്ടുള്ള ചില ചൈൽഡ്ഹുഡ് ട്രോമകൾ ആ സമയത്ത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ക്ലാർക്ക് തന്റെ ഷോപ്പിന്റെ അടിയിൽ ഒരു രഹസ്യവാതിലിലൂടെ ഒരു സ്പേസിലേക്കുള്ള വഴി കണ്ടെത്തുന്നു. ഒരുമാതിരി മെയ്സ് പോലെയുള്ള കോറിഡോറുകളൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഈ ഒരു സ്ഥലം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ക്ലാർക്കും പിന്നീട് മേരിയും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന സെറ്റപ്പിന്റെ ഫംഗ്ഷനിങ് ഏത് രീതിയിലാണ് എന്ന് സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിൽ പ്രേക്ഷകന് സിനിമ പറഞ്ഞു തരുന്നില്ല. തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന മേരിയുടെ തെറപ്പി സെഷനിലെ ഡയലോഗുകളും പിന്നെ ക്ലാർക്ക് തന്റെ കടയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന പരസ്യവും എല്ലാം കാണുമ്പോൾ ഒരർത്ഥത്തിൽ ബാക്ക് റൂംസ് ഓരോ വ്യക്തിക്കും അവരുടെ മാനസികാവസ്ഥയുടെ ഒരു മിറർ ഇമേജ് പോലെയാണ് എന്ന് നമുക്ക് റീഡ് ചെയ്യാം. അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സംഘർഷം ഉള്ളിലുള്ളവരോട് ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഡയമെൻഷന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്നും പറയാം. സോ ബാക്ക് റൂംസിൽ കയറുന്ന ക്ലാർക്കിനും മേരിക്കും സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓരോ വ്യക്തികളെയും ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്ക് റൂംസ് എന്ന പേരിൽ 2022 കെയ്ൻ പാഴ്സൺസ് തന്റെ യൂട്യൂബ് ചാനലിൽ ഫൗണ്ട് ഫുട്ടേജ് സ്വഭാവമുള്ള ഒരു വെബ് സീരീസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് വളരെ പെട്ടെന്ന് വൈറലായത് കണ്ടിട്ടാണ് A24 അടക്കമുള്ളവർ ഇതിൽ ഒരു സിനിമയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് അയാളെ ബാക്ക് ചെയ്തത്. വളരെ ഒറിജിനൽ ആയിട്ടുള്ള വോയിസ് ഉള്ള ഒരു സംവിധായകനാണ് കെയ്ൻ പാഴ്സൺസ്. സാമാന്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുത്തിട്ട് ഓഡിയൻസിനെ വിശ്വാസത്തിലെടുത്ത് കഥ നരേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അയാൾക്കുണ്ട്. ഒരർത്ഥത്തിൽ ഓഡിയൻസിനെ അയാൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയാണ്. മേരി എന്ന ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് പ്രേക്ഷകരും ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിനുള്ള ക്യൂരിയോസിറ്റിയും പേടിയും എല്ലാം നമുക്കും ഫീൽ ചെയ്യും. ഈ അടുത്ത് വന്ന ഒബ്സഷൻ എന്ന സിനിമയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിലും ഒരു മേക്കിംഗ് സെൻസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഒബ്സഷനിൽ കണ്ട ആ ഒരു ഇൻഡി ക്രാഫ്റ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഒരിക്കലും സ്കെയിൽ കാണിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഈ പടം മാറുന്നില്ല. ഒരു റാൻഡംനെസ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഉണ്ടെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന ബാക്ക് റൂംസ് എന്ന കോൺസെപ്റ്റിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. പോസ്റ്ററുകളിലും ട്രെയിലറുകളിലും കണ്ടിട്ടുള്ള ഒരു സെറ്റ് അല്ലാതെ വേറെയും റൂമുകളും കോറിഡോറുകളും കഥ മുന്നോട്ട് പോകെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പടം കഴിഞ്ഞിട്ട് ബാക്ക് റൂംസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന ഒരു ഡിബേറ്റ് നമ്മൾ വേറെ ഒരാളോടോ അവനവനോട് തന്നെയോ നടത്തുമ്പോൾ ഇൻപുട്ടുകളായിട്ട് മാറുന്നുണ്ട്. പല സ്ഥലത്തും ഫൗണ്ട് ഫുട്ടേജ് സ്റ്റൈൽ സിനിമാറ്റോഗ്രാഫിയാണ് സിനിമ ഫോളോ ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കഴുത്ത് നല്ലപോലെ നീക്കേണ്ടി വരും. വൈഡ് ആയിട്ടുള്ള ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളും കുറച്ച് അൺസെറ്റിലിംഗ് ആക്കാൻ സംവിധായകന് സാധിക്കുന്നുണ്ട്. കോഴിക്കോട് പാലക്സിയിലെ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ ആയിട്ടാണ് ഈ പടം ഞാൻ കണ്ടത്. ഗംഭീര പ്രൊഡക്ഷൻ ഡിസൈൻ കാരണം വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് കിട്ടിയത്. ശിവറ്റൽ AGO4 ആണ് ക്ലാർക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഞെട്ടലിൽ തുടങ്ങി അവസാനം സംഭവിക്കുന്ന മെന്റൽ ബ്രേക്ക് ഡൗൺ വരെയുള്ള സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ മടിക്കുന്ന ആ കഥാപാത്രത്തിന്റെ മാറ്റം പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ സിനിമ കാണുന്നത് കുറച്ചുകൂടി മേരി എന്ന കഥാപാത്രത്തിന്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ്. ആ കഥാപാത്രം അനുഭവിക്കുന്ന ഡയലമയും ക്യൂരിയോസിറ്റിയും കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ റെനാത്തെ റെയിൻസ്വിക്ക് സാധിക്കുന്നുണ്ട്. പെർഫോമൻസ് ഒരിക്കലും ഒരു ആനിമേറ്റഡ് സ്പേസിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ വർഷം പുള്ളിക്കാരി ഭാഗമായിട്ടുള്ള സെന്റിമെന്റൽ വാല്യൂവിന് സമാനമായ രീതിയിൽ കുറച്ചുകൂടി ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെയും കാണാൻ സാധിക്കുക. കെയ്ൻ പാഴ്സൺസ് 2022 ഒരുക്കിയ ഇതേ പേരിലുള്ള വെബ് സീരീസ് ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരുപക്ഷെ ഈ പടം കണ്ടതിന് ശേഷം അത് കാണുന്നത് ഈ ബാക്ക് റൂംസ് എന്ന കോൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ആംബിഗ്വസ് ആയിട്ടുള്ള എൻഡിങ്ങുകൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ചില ഡോട്ടുകൾ കണക്ട് ചെയ്യുന്നതും ഒക്കെ ഒരു ഹൈ തരുന്ന സിനിഫൈൽ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് ഹാങ് ഓവർ തരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിനിമയാണ് ബാക്ക് റൂംസ്. വീണ്ടും കാണുമ്പോഴോ കണ്ടതിനെക്കുറിച്ചിരുന്ന് പ്രോസസ്സ് ചെയ്യുമ്പോഴോ കൂടുതൽ ലെയറുകൾ നമുക്ക് മനസ്സിലാകുന്ന ടൈപ്പ് ഒരു മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് ആണ് ഈ പടം തരുന്നത്. ആദ്യ കാഴ്ചയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഈ റിവ്യൂവിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്